മുഖ്യമന്ത്രി സതീശൻ പല രീതിയിൽ പല മേഖലയിൽ നിന്നുള്ളവർക്ക് പ്രിയങ്കരനാണ് എന്ന് തെളിയുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തെ ആദരിക്കാൻ, അദ്ദേഹത്തെ അനുമോദിക്കാൻ ഒക്കെ കൂടുന്ന ഓരോ മീറ്റിങ്ങുകളും. കഴിഞ്ഞ ദിവസം പറവൂര് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ മോഹൻലാൽ പങ്കെടുത്തു, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി പങ്കെടുത്തു. ഇവരൊക്കെ സതീശനെ കുറിച്ച് പറയുന്ന, മുഖ്യമന്ത്രി സതീശനെ കുറിച്ച് പറയുന്ന വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ അണികളെ മാത്രമല്ല, ഇപ്പോൾ കേരളക്കരയെ ഒന്നാകെ സന്തോഷിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനൊരു മുഖ്യമന്ത്രിയെയാണ് കേരളം ആഗ്രഹിച്ചിരുന്നത് എന്ന ആ ഒരു വാക്കുകൾക്ക്, ആ ഒരു ചിന്തയ്ക്ക് ഒന്നുകൂടി ഓരോ ദിവസവും സ്ട്രെസ് കൂടുകയാണ് എന്ന് തന്നെ പറയാം. അത് ഉറപ്പിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. വളരെ സൗമ്യമായ പെരുമാറ്റത്തിൽ കേരളത്തിൻ്റെ ജനപ്രീതി പിടിച്ചുപറ്റിയ രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗാനരചയിതാവും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും അഭിനന്ദിക്കാറില്ല, അല്ലെങ്കിൽ നല്ല വാക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും കുറിച്ച് പറയല്ല. അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹം അത്തരത്തിലുള്ള പ്രശംസാ വാചകങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി സ്വന്തം നിയോജക മണ്ഡലത്തിലെത്തിയ വി ഡി സതീശന് പറവൂർ പൗരാവലി ഒരുക്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഠിനാധ്വാനം ചെയ്യുന്ന ആർക്കും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. ജനങ്ങളോടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ജനാധിപത്യത്തിൽ രാജാവും പ്രജകളുമില്ല, ഭരണാധികാരിയെ സൃഷ്ടിക്കുന്നത് ജനങ്ങളാണ് എന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. മുൻ MP KP ധനപാലൻ അധ്യക്ഷത വഹിച്ചു. പറവൂർ പൗരാവലിയുടെ സ്നേഹോപഹാരം നടൻ മോഹൻലാൽ ആണ് സതീശന് സമർപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ നാടൊന്നാകെ കൂടെ നിന്ന സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. കേരളത്തിന്റെ ഭൂപ്രകൃതി, സംസ്കാരം, കാലാവസ്ഥ, പ്രാദേശിക വൈവിധ്യങ്ങൾ എന്നിവ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വായനയും ചിന്താശേഷിയുമുള്ള സതീശന് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുമെന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. എന്നാൽ ഇതിനൊക്കെ മറുപടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്, തന്നെക്കുറിച്ച് ഓർത്ത് ഒരു കാലത്തും പറവൂരുകാർ തലകുനിക്കേണ്ടി വരില്ല. സിനിമാ താരം സലീം കുമാർ ഉണ്ടായിരുന്നു, കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലുണ്ടായിരുന്നു, മുൻ മന്ത്രി SR മഹാബീഡൻ MP, മുഹമ്മദ് ഷിയാസ് MLA, BJP പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിന്ധു നാരായണൻകുട്ടി എന്നിവരും അനുമോദിച്ച് പ്രസംഗിച്ചു. എന്തായാലും ഈ നല്ല വാചകങ്ങൾ അത് അദ്ദേഹത്തിന് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു. ജനങ്ങൾക്കിടയിൽ തൻ്റെ പ്രസക്തി, ജനങ്ങൾക്ക് തന്നോടുള്ള ചിന്തകൾ, ജനങ്ങൾക്കിടയിൽ തന്നെ കുറിച്ചുള്ള ധാരണകൾ, ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം യോഗങ്ങളും മീറ്റിങ്ങുകളും വാക്കുകളും ഒക്കെ മുഖ്യമന്ത്രി വി ഡി സതീശനെ സഹായിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ഓരോ വ്യക്തികളെ കുറിച്ചും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാതെ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയാതെ തന്നെ നമുക്ക് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനവും പെരുമാറ്റവും മുഖ്യമന്ത്രി വി ഡി സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു ഉറപ്പ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.